തൃശ്ശൂർ പൂരത്തിൻ്റെ ഇതിനു മുമ്പ് വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അല്ല, അത് പൊതുവെ കേരളത്തിലെ അപകടങ്ങളെക്കുറിച്ച് ഒന്ന് പഠിക്കും. ഏറ്റവും വലിയ അപകടം ഉണ്ടായത് പുറ്റിങ്ങലാണ്. അവിടെയാണ് 100 പേര് കൂടുതൽ ആൾ മരിച്ചത്, 100 പേര് ആൾക്കാർ മരിച്ചത്. ശരി. പക്ഷേ പൂരം വെടിക്കെട്ട് ഞാൻ പൂരം വെടിക്കെട്ട് കാണാൻ പോയിട്ടുണ്ട്. പൂരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ഒത്തിരി സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഒരു കാര്യമാണ്, ഇതൊന്നും ആരുടെ നിയന്ത്രണത്തിലല്ല. തീ കൊടുക്കുമ്പോൾ അത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ വെടിക്കെട്ടിൻ്റെ തയ്യാറെടുപ്പാണ്. ഈ അപകടം ഉണ്ടായത് വെടിക്കെട്ടിൻ്റെ തയ്യാറെടുപ്പല്ലായിരുന്നു. അതിനെല്ലാം അവർ മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കുക, ഇതിനുള്ള എല്ലാം സംഘടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അത് ഓരോന്നും ഐറ്റം ഉണ്ടാക്കിയപ്പം അതിന് കൂട്ടിയിട്ടിരുന്നതിന് തീ പിടിച്ചു. അതാ വെടിക്കെട്ട് സമയത്തല്ലേ അപകടം ഉണ്ടായത്. ഇതൊരു വെടിക്കെട്ട് അപകടമല്ല, വെടിക്കെട്ടിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഇടയിലുണ്ടായ അപകടം. അത് വെടിമരുന്ന് കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടായ അപകടം അതാണ്.